എല്ലാവർക്കും നമസ്കാരം. ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഒരു വലിയ കാരണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക്. നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അതല്ലെങ്കിൽ കാരണങ്ങളില്ലാതെ വരെ നമ്മൾ സന്തോഷിക്കുകയും അതുപോലെ തന്നെ ചിരിക്കുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തികളാണ്. കാലക്രമേണ നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ ചിരിക്കാനുള്ള കാരണത്തിൻ്റെ വലിപ്പവും നമ്മൾ അതിനനുസരിച്ച് വലുതാക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പ കാലഘട്ടത്തിലെ ഒരു കാരണവുമില്ലാതെ ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തിരുന്ന നമ്മളൊന്ന് ചിരിച്ചാലോ സന്തോഷിച്ചാലോ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നമ്മുടെ ചുറ്റുമുള്ളവർ ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വന്നപ്പോൾ നമ്മൾ ചിരിക്കാനുള്ള കാരണം അവരോട് പറയേണ്ട ഒരു ബാധ്യത നമ്മൾക്ക് വന്നു. അപ്പോൾ ആ കാരണത്തിൻ്റെ ചെറുപ്പത്തെ കണക്കാക്കി അവർ കളിയാക്കൽ തുടങ്ങി. അപ്പോൾ നമ്മൾ വലിയ കാരണങ്ങളില്ലാതെ ചിരിക്കേണ്ട, അതല്ലെങ്കിൽ ചിരിക്കാൻ ഒരു വലിയ കാരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ വലിയ എക്സ്പെൻസീവ് ആണ് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മളെ സ്വാധീനിക്കുന്നതേ ഇല്ല. ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ട് ഒരു കോമഡി രംഗം കണ്ട് നമ്മൾ ചിരിച്ചാൽ നമ്മുടെ അപ്പുറത്തിരിക്കുന്നവർ ചോദിക്കും, ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ നീ ചിരിച്ചതെന്ന് ഒരു പക്ഷേ നമ്മളോട് ചോദിക്കുക അല്ലേ. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ വരുമ്പോൾ ചിരിക്കാനും സന്തോഷിക്കാനും വലിയ എന്തോ കാരണം വേണം എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ സ്വയം ചുരുങ്ങി എന്നുള്ളതാണ്. ചിരിക്കാനും സന്തോഷിക്കാനും വലിയ കാരണങ്ങളല്ല വേണ്ടത്, നമ്മുടെ മനസ്സിൻ്റെ ചെറുപ്പം കൈമോശം വരാതെ സൂക്ഷിക്കലാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ചിരിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും പക്ഷേ വളരെ ചുരുക്കം കാര്യങ്ങളാണ് സംഭവിക്കുക, ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ അല്ലേ. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി മനോഹരമാകും. അതല്ലാതെ വലിയ മാളുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴോ മെറ്റീരിയൽസിക് ആയിട്ടുള്ള പല സാധനങ്ങൾ മേടിക്കുമ്പോൾ മാത്രമല്ല, അത്തരം കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ സന്തോഷവും ചിരിക്കുമൊക്കെ നിലനിർത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ചിരിക്കാനും ഒക്കെ സാധിക്കട്ടെ. താങ്ക് യു.